മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനിത് ഉറപ്പെടുക്കാനാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഈ കാര്യത്തിൽ എനിക്കൊരല്പം നിർബന്ധബുദ്ധി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ഈ വീറും വാശി മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. കൊച്ചു കൃഷ്ണനും കാർത്തികയും തമ്മിലുള്ള വിവാഹമേ നടക്കൂ. അവന്റെ മനസ്സിലിരിപ്പ് അതാ. എപ്പോഴും കാർത്തിക എന്നൊരു വിചാരമേ അവനുള്ളൂ. എന്താ കാര്യം? അവളല്ലേ ഈ കൂട്ടത്തിൽ സുന്ദരി. നിങ്ങളിത് കേൾക്കുന്നില്ലേ? എന്തുമാത്രം മഞ്ഞപ്പൊടിയും പയറുപൊടിയും പിന്നെന്താ ഒരു സാധനം, പയറാൻ ലൗലി. അതും കൂടെ അരച്ച് കുഴച്ച് തേച്ചിട്ട് ഈ പരുവ് എത്തിച്ചെന്നറിയോ? അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ. അതിപ്പോ പ്രത്യേകം പറയണോ? ഇതുപോലെ ഉരുട്ടി കുഴച്ച് വെച്ചിരിക്കല്ലേ. സൗന്ദര്യം വർണ്ണിച്ചുള്ള സമയമില്ല. കണ്ടോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയാ. എന്നെ പറ്റി ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞ ഇങ്ങനെ ഇഷ്ടപ്പെടുകയില്ല. അല്ലെങ്കിൽ എന്നെ ഇനിയിപ്പോ അതും പറഞ്ഞു വഴക്ക് വേണ്ട. ഈ കല്യാണം കുറുപ്പമാവന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാ. അതിന്റെ ടെൻഷനാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. എന്തു വന്നാലും മേനോനും കൈമളും കൊച്ചുകൃഷ്ണനെ കണ്ടോണ്ട് വെള്ളം അനുത്തണ്ട. മുത്തശ്ശിയുടെ സ്വത്ത് മുഴുവൻ അവനുള്ളതാ. അതെന്റെ മോളെ അനുഭവിക്കും എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. കൊച്ചുകൃഷ്ണനെ മരുമകനായി കിട്ടിയാലേ അത് നടക്കും. അതിനൊരു യോഗം വേണ്ടേ? ആ യോഗമായിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അവൻ ഹേമയെ മനസ്സുകൊണ്ട് ഭാര്യയാക്കി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് നിങ്ങൾ പിടിച്ച പിടിയിൽ നിൽക്കണം. അത്ര തന്നെ. ആകെപ്പാടെ ഒരു കൊച്ചുകൃഷ്ണൻ വെട്ടിമുറിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും നീ ഇളയതല്ലേ, നമുക്കങ്ങ് ഒഴിഞ്ഞു മാറാം. ഒഴിഞ്ഞു മാറാനോ? ഈ മനുഷ്യൻ കാരണം ഒന്നും നടക്കാത്തത്. അവരൊഴിഞ്ഞു മാറട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അമ്മയുടെയും ചേച്ചിമാരുടെയും വാക്ക് കേട്ട് അന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുകൊണ്ടാണ് എനിക്ക് ഗതി വന്നത്. സുമതിക്കുട്ടി, നീ എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? പറയും, എപ്പോഴും പറയും. ഞങ്ങൾ തമ്മിൽ 24 വയസ്സിന്റെ വ്യത്യാസമാ. പക്ഷെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ എന്തൊരു ചേർച്ച. ഇവളിത് കണ്ണി കണ്ടോടൊക്കെ പറഞ്ഞ് എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യമല്ലേ പറഞ്ഞത്? എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചതാ. ആരാടി ചതിച്ചത്? ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് നിന്റെ അമ്മ നാട് നീളെ നടന്നല്ലേ. ഇപ്പൊ നമ്മൾ മോളുടെ കല്യാണക്കാരും അല്ലേ ചർച്ച ചെയ്യുന്നത്, അമ്മയുടെ അല്ലല്ലോ. വയസ്സിന്റെ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ. ആദ്യം തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തും. മോളുടെ കല്യാണം നടത്തണോ അതോ നിങ്ങൾ തമ്മിൽ ഡൈവോഴ്സ് ചെയ്യണോന്ന്. രണ്ടായാലും എന്റെ സഹായം ഉണ്ടാവും. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആരൊക്കെ പിണങ്ങിയാലും ശരി, കൊച്ചുകൃഷ്ണ ഹേമയുടെ കഴുത്തിലെ താലി കെട്ടു. ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ കിളവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒതുക്ക്. കൊച്ചുകൃഷ്ണേട്ടനെ ഞാൻ തന്നെ കെട്ടണമെന്ന് വലിയ നിർബന്ധാണല്ലേ? അല്ല, നിർബന്ധമൊന്നുമില്ല. കൊച്ചുകൃഷ്ണ, ഒന്ന് എന്റെ തലയിലായടാ. ഞാൻ എക്സർസൈസ് ചെയ്യുമല്ലോ. അതൊന്നും വേണ്ട. ഇത് വീണ് കാല കൈ ഒടിഞ്ഞ കാർത്തികേത് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കാർത്തികയ്ക്ക് വേണ്ടിയാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ കാർത്തികക്ക് വേണ്ടി ഇതൊക്കെ എന്താ എടുത്തു നോക്കുന്നത്? അതാണ് എന്റെ കുട്ടൻസ്. അമ്മാവൻ അറിഞ്ഞൂടാ, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതല്ലേ. രാവിലെയും വൈകുന്നേരവും ഇത് മുടങ്ങാതെ ചെയ്താൽ ഈ സൗന്ദര്യം ഇല്ലാത്തവർക്കും സൗന്ദര്യം ഉണ്ടാവും. അപ്പൊ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള മരുന്ന് ഇതാണല്ലേ? നീ നോക്കിക്കോ, എന്റെ മോളുടെ സൗന്ദര്യം ഞാൻ ഇങ്ങനെ കേടഞ്ഞെടുക്കും. ഏമയും രാധി ഇത് കണ്ട അങ്ങോട്ട് അസൂയപ്പെടട്ടെ. ഇങ്ങനെയാണ് സൗന്ദര്യം ഉണ്ടാക്കുന്ന രഹസ്യം. എന്റെ പൊന്നു മോൾ ആരോടും പറഞ്ഞേക്കല്ലേ. നിങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോടൊരു വാക്ക് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി ഇക്കാര്യം നിന്നോട് പറയാത്ത കുഴപ്പമുള്ളൂ. നിനക്കും കൂടെ ഇത്രേ ഉള്ള വല്ല മരുന്നല്ലോ വെച്ചാ മതി. സൗന്ദര്യം ഉണ്ടാക്കി വരുമ്പോ ഇവിടെ അല്ല പ്രാന്ത, അവിടെയാണ്. നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവിടെ അമ്മയും മോളും കൂടെ കൂലങ്കഷമായ ചർച്ച. കല്യാണക്കാര്യം തന്നെ. മൂത്ത മകളാണെന്ന സെന്റിമെന്റ്സും പറഞ്ഞ് അമ്മായിയെ കയ്യിലെടുക്കാനുള്ള ശ്രമമാണ് ലക്ഷ്മിക്കുട്ടിയുടെ. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. കാളെ വെച്ചെന്ന് കേൾക്കും മുമ്പേ കയറെടുക്കാതെ. നിന്റെ അമ്മയല്ലേ, കുറുക്കന്റെ ബുദ്ധിയാ. ഒടുവിൽ പ്രശ്നം കൊച്ചുകൃഷ്ണന്റെ തീരുമാനത്തിന് വിട്ടു. എന്റെ ഭഗവതി, ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നു. അവൻ കാർത്തികയുടെ പേരെ പറയൂ. അവന്റെ മനസ്സ് മുഴുവൻ അവളാണെന്ന്. എന്റെ മോൾ ഉറങ്ങിക്കോ. ചതിച്ചോ? തീരുമാനം എനിക്ക് വിട്ടെന്നോ? വിട്ടുന്ന് മാത്രമല്ല, ഈ 3 പേരിൽ ആരെയാണ് കെട്ടാൻ പോകുന്നതെന്ന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും വേണം. നിന്റെ ഒടുക്കത്തെ ഒരു പ്ലാൻ. ലീവ് തീർന്നാലും ഇവിടുത്തെ യുദ്ധം തീരില്ലെന്നാ തോന്നുന്നത്.
നീ വിഷമിക്കാതിരിക്കേ, ഒരാഴ്ച സമയമില്ലേ, നമുക്ക് പുതിയ വല്ല പ്ലാനും ആലോചിക്കാം. നിന്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടാ? സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ വന്ന് വീഴും. ഇവന്റെ തന്ത്രങ്ങൾ വെച്ച് ഇനി മുന്നോട്ട് പോണോ? ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ എന്തോന്നേ കാണിക്കുന്നേ? നീയായിരുന്നു. തീരുമായിട്ടുള്ളൊരു സിദ്ധനുണ്ട്, മഹാമാന്ത്രികൻ. കൂടുവിട്ട് കൂടുമാറാൻ ബഹുകമൻ. അയാൾ എന്റെ മോൾക്കൊരു ഭസ്മം ജപിച്ചു തന്നു. ഇരു ചെവി അറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ. ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോന്നിനാ? നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറിപ്പ് കാര്യം നടത്തുമെന്ന് എനിക്ക് അറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാൻ ഈ മൂലി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം. എന്നിട്ട് തൊട്ടുരിയാടാതെ കൊച്ചുകൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ മിണ്ടരുത്. കുടിക്കും, കുടിക്കും. പൊന്നുമോള്, പൊന്നുമോള് സ്പൂൺ വീഴല്ലേ. അവന്റെ വയറ്റിലോട്ട് ഒന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ഇരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. അയ്യടാ, നിക്ക്. അപ്പോഴേ ഇപ്പൊ തന്നെ രണ്ടുപേര് ജാഥയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടല് പഴുത്തു പോകും. ഭയങ്കര ദാഹം. കുറച്ച് ഞാനേ. അയ്യോ, എന്ത് പറ്റി? അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടാത്തോണ്ടാ. എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടാത്തോണ്ടാ. ഞാനില്ലാഞ്ഞിട്ടല്ല. അയ്യോ, വേണ്ടാത്തോണ്ടാ. കുടിക്കാം. ഓ, രാവിലെ തുടങ്ങിയ ഒടുക്കത്തെ കുടിപ്പിക്കലാണ്. ഞാൻ കുടിക്കട്ടെ. ചുമാരി. അയ്യോ, വേണക്കുട്ടാ, എന്ത് പറ്റി? വേണക്കുട്ടാ, ചേട്ടാ, എന്താ ഇത്? പ്രേതബാധയല്ലോ? എന്താ കാര്യം? വായിക്കാൻ എന്തോ പോയെന്നാണല്ലോ പറയുന്നത്. ആണിയോ? മോരോട് വായിക്കാത്തോട് ഒഴിച്ചോട്. കുടിച്ചോ. ആ, ഇറക്ക്. എന്റെ മുത്തപ്പ, ഞാൻ എന്തായി കാണുന്നേ? അയ്യോ, എനിക്ക് വയ്യ. അവിടെ എഴുന്നേറ്റേ. എല്ലാ കുന്ത്രാണ്ടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു? അയ്യോ, എന്താ വാറുകുട്ടി, എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? തറവാടിന്റെ മുറ്റത്തോട് ഓടിക്കളിച്ച് നടക്കുന്നോ? ഓടിക്കളിച്ച് നടക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ കാണിച്ചുതരാം. വാ. എവിടെ? വാ. ദേ കണ്ടോ? എടീ. എടീ. ഇവിടെ വാ. ഇവിടെ വരെ. ഇങ്ങോട്ട് വാ. എന്താ ഇത്? ഇങ്ങോട്ട് വാടി. എടീ, ഇങ്ങോട്ട് നോക്കാൻ. ഇവിടെ നോക്കാൻ. നീ അവളെ പിടിച്ച് മാറ്റി. ഇത് ഇവിടെ ഉറച്ചുപോയി. പോ അങ്ങോട്ട്. എന്തായി കാണിക്കുന്നത്? പൂജാമുറിയിൽ കയറി അശുദ്ധമാക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? പൂജാമുറിയിൽ നിന്ന് വെള്ളം അടിക്കാല്ലേ? അയ്യോ, അത് പനിനീരാണ്. പനിനീർ കുപ്പിയിൽ പട്ട നിറച്ച ആരും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? പട്ട പാതിരാത്രി പട്ട അടിക്കാനാണെങ്കിൽ പകല് മുഴുവൻ ഈ അമ്പലത്തിന്റെ പടി കയറി ഇറങ്ങണോ?
ഈ പൂജാമുറി തന്നെ ഇരുന്ന് അടിക്കണോ? എല്ലാരും കാണുക പുറത്തിറങ്ങി അടിച്ചൂടെ? അമ്പട വേണുക്കുട്ടാ, നിന്റെ കാലം എന്തല്ലോ ഇടിക്കും. ആഹാ, എന്റെ മോളെ നിന്ന് എന്റെ അമ്മേ! അയ്യോ, പാറക്കുട്ടി, ഇത് ഞാനാണ്. അയ്യോ! അയ്യോ, നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഞാൻ ആ വേണുക്കുട്ടനാണെന്ന് വെച്ചാ ഇത്രയും വലിയ അടി അപ്പൊ അടിച്ചത്? ഞാനാണെങ്കിലും നീ അടിക്കുമായിരുന്നല്ലേ? നിങ്ങൾ ഇത് എവിടെ പോയിരുന്നു? വശീകരണ ഭസ്മം തന്ന സിദ്ധനെ ഞാൻ തലശ്ശേരി പോയി കണ്ടു. ആ, എന്നിട്ട് മറുവിദ്യ ചെയ്ത് ഒരു കലശത്തിലാക്കി തരും. അവൻ ആ കലശം മറികടന്ന അതോടെ ബന്ധം മുറിയും. ഓ. അതിനു മുമ്പ് രാത്രിയിൽ ഇവൻ ഏത് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നെന്ന് അറിയാനാ ഞാൻ ഇവിടെ വന്നിരുന്നത്. 2-3 ദിവസത്തിന് ഞാൻ കലക്കി കൈ തരാം. അതിനു മുമ്പ് നീ എന്റെ തല അടിച്ച് കളിക്കില്ലേ? 2-3 ദിവസം, 3 ദിവസം പോയിട്ട് ഒരു നിമിഷം കാത്തിരിക്കാൻ പറ്റില്ല. ഇതിന് മറമരുന്ന് ഒന്നേ ഉള്ളൂ. എത്രയും വേഗം കൊച്ചുവിഷനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണം. അതിന് ബന്ധം ഒന്ന് മുറിച്ച് കിട്ടണ്ടേ? നേരെ ഒന്ന് വെളുത്തോട്ടെ. ഈ പാർക്കുട്ടിയുടെ ചോണ നിങ്ങൾ കണ്ടോ? വാ, എഴുന്നേറ്റ് വന്നേ. അയ്യോ, എന്റെ പുതപ്പ്. ആ, നിക്ക് 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 നിക്ക്. ആർക്കാ ഇത്? കൊച്ചുകൃഷ്ണൻ ചേട്ടനാ. ആ, ഇനിയിപ്പൊ ഇതൊന്നും നീ ചെയ്യണ്ട. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ കാർത്തിയുണ്ട്. എന്താ ചുറ്റും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ, ഇങ്ങനൊക്കെ പറഞ്ഞാലേ പറ്റൂ. പാവം പോലെ നിന്നാലേ ഞാനും എന്റെ മോളും ദേ വരയ്ക്കേണ്ടി വരും. കാർത്തികേ, എടി കാർത്തികേ, ഓ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നു? എടുക്ക, പോത്ത് പോലെ കിടന്നുറങ്ങിക്കോ. സൂര്യൻ ഉച്ചിലായി. ദാ, ഈ ചായ നിന്റെ കൊച്ചുകൃഷ്ണൻ ഞാൻ കൊണ്ടുവന്നു. എനിക്ക് വയ്യമ്മേ. ഇത് ഒരൊറ്റ വീക്കുച്ചതല്ലോ. പറയുന്ന അനുസരിച്ചാണോ? കൊണ്ടക്കൊട. നീ എന്തിനാണ് പുറപ്പാടാ? ഇന്ന് മുതൽ കാപ്പിയും ചായയും കാർത്തി കൊണ്ട് കൊടുക്കുന്നു കൊച്ചുകൃഷ്ണന്. അതിനിപ്പോ എന്താ? മോളെ, എന്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന് വരെ കരയിച്ചിട്ടില്ല, അറിയാവോ? കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ എന്റെ കാർത്തിയുടെ കണ്ണ് തന്നെ ഞാനും സമ്മതിക്കില്ല. അവര് തമ്മിലുള്ള കല്യാണമേ നടക്കൂ. ആഹാ, അത് നിശ്ചയിക്കേണ്ടത് നീയാണോ? ആ, ഞാൻ നിശ്ചയിച്ചു. എനിക്ക് പെമ്പിള്ളാര് 3. 3 ആയാലും 4 ആയാലും ശരി, കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അവന്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എന്തോന്നാ തീരുമാനിച്ചത്? ഓ, ഒരു തീരുമാനക്കാരി. കണ്ണേറ്റിങ്ങരയിലെ ഇളയ മോള് ഞാനാ. മൂത്ത ഏട്ടന്റെ മോനെ ഇളയ അനിയത്തിയുടെ മോളെ കെട്ടും. ഓ, അവളുടെ ഒരു ഓർഡർ. ആരെ കെട്ടണമെന്ന് പെണ്ണും ചെറുക്കന് തീരുമാനിച്ചോളും കേട്ടോ. തീരുമാനിക്കാനൊന്നുമില്ല, എന്റെ മോളുടെ കല്യാണമേ നടക്കൂ. നിർത്താനാ പറഞ്ഞത്. എല്ലാം ഞാൻ കേട്ടു. ഈ കണ്ണേറ്റിങ്കരയിൽ ഇതുവരെ ആരുടെ നാമത്തിനും പൊങ്ങിട്ടില്ല. എന്റെ കണ്ണറിയുന്നവരെ ഞാൻ അതിന് സമ്മതിക്കില്ല. അമ്മേ, ഇവരെല്ലാം കൂടെ എന്റെ മേ- മിണ്ടരുത് നീ. എന്താ നിങ്ങളുടെയൊക്കെ ഭാവം? കൊച്ചുകൃഷ്ണൻ ആരെ കല്യാണം കഴിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടാ വേണക്കുട്ടാ, ആ ജോത്സ്യനെ വിളിച്ച് അടുത്തുള്ള മുഹൂർത്തം നോക്കി കുറിച്ചോളാൻ പറയൂ. എന്താ ഈ തറവാട്ടിലെ ആദ്യത്തെ ചെറുമോള് രാധികയുടെ കഴുത്തിൽ കൊച്ചുകൃഷ്ണൻ മിന്നു കെട്ടും. ആ, എന്താ വിളിച്ചു വയ്ക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് നടക്കൂ. എടി, നീ തന്നെ കൊണ്ടുകൊടു. ഞങ്ങൾക്ക് വേണ്ടേ? എന്താണ് ഇത്രയധികം വിളിക്കാനുള്ളത്? ഇവിടെ വാ. ഇങ്ങോട്ട് മാറി. ഇവിടെ വരാൻ. എന്റെ ദൈവമേ, കള്ള നാറി. ഇങ്ങനെ അനുഭവിക്കണോ? ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീട് പറ്റാൻ നോക്കാം.